അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അദ്ദേഹം പറയുകയാണ്, തഖല്ലഫുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാ ഫീ സഫറത്തിൻ സാഫർനാഹാ ഫഅദ്റക്നാ വഖദ് അർഹഖനൽ അസ്റ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രവാചകൻ ഞങ്ങളെ തൊട്ട് അല്പം പിന്തി. പിന്നീട് അസ്ർ നമസ്കാരത്തിന്റെ സമയം ഏകദേശം കഴിയാറായപ്പോ പ്രവാചകൻ ഞങ്ങളോടൊപ്പം ചേർന്നു. അസ്ർ നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഉദൂ ചെയ്യാൻ തുടങ്ങി. വേഗത്തിൽ ഉദൂ ചെയ്യാൻ തുടങ്ങി. വേഗത്തിൽ ഉദൂ ചെയ്തപ്പോ ചില ആളുകൾ അർജുലിന, ആ സമയത്ത് അവർ അവരുടെ കാലുകൾ പൂർണ്ണമായി കഴുകാതെ തടവി വിടാൻ തുടങ്ങി. അസ്ർ നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഉദൂ പെട്ടെന്ന് ചെയ്തു. അപ്പൊ കാലുകള് ശ്രദ്ധിച്ചു കഴുകാതെ വെറുതെ തടവി വിടാൻ തുടങ്ങി. ഇത് നബി തങ്ങൾ കണ്ടപ്പോ പ്രവാചകൻ അല്പം ശബ്ദമുയർത്തി പറഞ്ഞു, വൈലുല്ലിൽ അഅഖാബി മിനന്നാർ, വൈലുല്ലിൽ അഅഖാബി മിനന്നാർ, വൈലുല്ലിൽ അഅഖാബി മിനന്നാർ. ഉദൂ ചെയ്യുമ്പോ കാലുകൾ കഴുകാതെ അശ്രദ്ധമായി വിടുന്ന ആളുകൾക്ക് നരകമുണ്ടാവട്ടെ, അവർക്ക് നാശമുണ്ടാവട്ടെ, അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന് പ്രവാചകൻ 2-3 തവണ പറഞ്ഞു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ഹദീസിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം, വുദൂ ചെയ്യുമ്പോൾ വുദൂയിലെ അവയവങ്ങൾ പൂർണ്ണമായും കഴുകേണ്ടതിന്റെ ഗൗരവമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കാലുകൾ. കാരണം കാല് കഴുകണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ നേരിട്ടുള്ള കൽപ്പനയാണ്, അത് ഫർളാണ്. അല്ലാഹു തആല സൂറത്തുൽ മാഇദ 6-ാമത്തെ ആയത്തിൽ പറയുന്നു, അർജുലക്കും മിനൽ കഅബൈൻ, നിങ്ങളുടെ 2 കാലുകൾ നിങ്ങൾ കണങ്കാൽ വരെ കഴുകണം. അപ്പൊ കാലുകൾ കണങ്കാൽ വരെ പൂർണ്ണമായും കഴുകണം എന്നുള്ളത് അള്ളാഹുവിന്റെ നേരിട്ടുള്ള കൽപ്പനയാണ്. അതുകൊണ്ടത് ഫർളായും നിർബന്ധമായും ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതാണ് 1-ാമത്തെ പാഠം. കണങ്കാൽ എന്ന് പറയുമ്പോൾ അതിന്റെ പിൻഭാഗം ഉൾപ്പെടെയാണ്. മുൻഭാഗം നമ്മൾ കഴുകാറുണ്ട്, വെള്ളം ഒഴിച്ചു വിടും. പക്ഷെ അതിന്റെ പിൻഭാഗത്തേക്ക് വെള്ളം എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും വെള്ളം എത്താറില്ല. അത് അപകടകരമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് നരകമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോ കാല് കഴുകുമ്പോ അതിന്റെ കണങ്കാലിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കൽ നിർബന്ധമാണ്. അത് ഉളൂ ശരിയാകുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ വെള്ളം എത്തിയില്ല എങ്കിൽ ഉളൂ ശരിയാകുന്നതല്ല. ഉളൂ ശരിയായില്ലെങ്കിൽ നമസ്കാരവും ശരിയാകുന്നതല്ല. 2-ാമത്തെ പാഠം, വേഗത കൂട്ടിയിട്ട് നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ നശിപ്പിച്ചു കളയരുത് എന്നുള്ളതാണ്. വേഗത്തിൽ ധൃതിക്ക് ചെയ്തിട്ട് ഇബാദത്തുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്നത് പോലെ സൂക്ഷ്മമായി കഴുകേണ്ട ഭാഗങ്ങളിലേക്ക് വെള്ളമെത്താതെ വരുമ്പോൾ അതുമൂലം നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊരു കാര്യമാണെങ്കിലും ഏതൊരു ഇബാദത്താണെങ്കിലും അത് വേഗതയിൽ ധൃതിപ്പെട്ട് ചെയ്യേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് നമസ്കാരം പോലെയുള്ള വിഷയങ്ങളും വുദൂഉം നമസ്കാരവുമെല്ലാം സാവകാശം ചെയ്യേണ്ട വിഷയങ്ങളാണ്. കാരണം വേഗതയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ നഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ പിന്നീട് ആ ഇബാദത്തുകൾ കുറ്റമറ്റതാവുകയില്ല. പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ തുമഅനീനത്ത് അനിവാര്യമാണ്. തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി സമാധാനത്തോടുകൂടി നമസ്കരിക്കണം, സമാധാനത്തോടുകൂടി ഉളൂ എടുക്കണം. ഓടി വന്ന് പെട്ടെന്ന് കാലും കൈയൊക്കെ മുക്കി കഴുകി ഉളൂ എടുക്കുന്ന രീതിയല്ല സാവകാശം. ഓടി വന്ന് അവിടെയും ഇവിടെയൊക്കെ തട്ടി സഫിലേക്ക് തള്ളിക്കേറുവന്ന് നമസ്കരിക്കുന്ന രീതിയല്ല സാവകാശം. പ്രത്യേകിച്ച് നമുക്ക് തറാവീഹിന് സ്പീഡ് കൂടണമെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം.
ഏത് പള്ളിയിലാണോ തറാവീഹ് പെട്ടെന്ന് തീരുക ആ പള്ളിയിൽ പോയായിരിക്കും നമ്മൾ നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്കുള്ള കുഴപ്പം എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, വൈലുല്ലിൽ മുസല്ലീൻ. അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമാണ്, നരകമാണ്. നമസ്കാരം സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള പണിയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മൾ നരകമാണ് വാങ്ങുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അത്തരക്കാരായ ആളുകൾ നമസ്കരിക്കുമ്പോൾ അവർ അശ്രദ്ധരാണ്. ഈ അശ്രദ്ധ ഉണ്ടാവാനുള്ള കാരണം എന്താ? പെട്ടെന്ന് നമസ്കരിക്കുന്നത് കൊണ്ട്, സ്പീഡിൽ നമസ്കരിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമസ്കാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും വുളൂഇന്റെ വിഷയത്തിലാണെങ്കിലും സാവകാശം നമസ്കരിക്കണം, സമാധാനത്തോടു കൂടി നമസ്കരിക്കണം. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ ജമാഅത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ, ഇഖാമത്ത് കൊടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഓടിപ്പിടിച്ച് വെപ്രാളപ്പെട്ടു വന്ന് നമസ്കാരത്തിന് ചേരലല്ല വേണ്ടത്. മറിച്ച് അലൈക്കും ബിസ്സകീനത്തി വൽ വഖാർ, സമാധാനത്തോടുകൂടിയും ശാന്തതയോടുകൂടിയും നിങ്ങൾ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും നഷ്ടപ്പെട്ടു പോയതിനെ ഖളാ വീട്ടുകയും ചെയ്യുക. അപ്പോ സമാധാനം വേണം. അതാണ് ഒരു പാഠം. രണ്ടാമത്തെ പാഠം, വുളൂ എടുക്കുമ്പോൾ കഴുകേണ്ട ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴുകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കുതിങ്കാലിന്റെ ഭാഗം, അവിടെ നിർബന്ധമായും വെള്ളമെത്തണം. അതുപോലെ തന്നെ വിരലുകൾക്കിടയിലേക്ക് വെള്ളമെത്തണം. കാലിലേക്ക് പുറമെ വെള്ളം ഒഴിച്ചു വിടുമ്പോൾ വിരലുകളുടെ ഉള്ള് നനയാതെ പോകുന്നു, വുളൂ ശരിയാവുന്നതല്ല. പിന്നെ നഖത്തിനടിയിലേക്ക് വെള്ളമെത്തണം. നഖം കഴുകുമ്പോ പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകണം. പിന്നെ കൈമുട്ട് പോലെയുള്ള ഭാഗങ്ങൾ, കൈമുട്ട് നമ്മൾ കൈ കഴുകുമ്പോ കൈയുടെ പുറത്തേക്ക് വെള്ളം ഒഴിച്ചു വിടും, പക്ഷെ അതിന്റെ പിൻഭാഗത്തേക്ക് വെള്ളം എത്തുകയില്ല. അപ്പൊ ഈ ഭാഗം നനയാതെ വരും. അങ്ങനെ ചെയ്താൽ അതും വുളൂ ശരിയാവുന്നതല്ല. മുൻഭാഗത്തേക്ക് വെള്ളം എത്തുന്നത് പോലെ കൈമുട്ടും പ്രത്യേകം ആ ചുളിവുകൾ ശ്രദ്ധിച്ചു കഴുകേണ്ടത് അനിവാര്യമാണ്. അതാണ് ഈ ഹദീസിൽ നിന്നുള്ള മറ്റൊരു പാഠം. അവസാനത്തെ പാഠം, ഈ രീതിയിൽ ഒരാള് വുളൂഇൽ കഴുകേണ്ട അവയവങ്ങൾ ശ്രദ്ധിച്ചു കഴുകാതിരുന്നാൽ നാളെ പരലോകത്ത് അവന് കിട്ടേണ്ട പ്രകാശം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനെ, എൻ്റെ സമുദായത്തെ നാളെ ഞാൻ തിരിച്ചറിയുന്നത്, പരലോകത്ത് വെച്ച് എൻ്റെ ഉമ്മത്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ ശരീരത്തിലുള്ള പ്രകാശം കൊണ്ടാണ്. എൻ്റെ ഉമ്മത്തിന്റെ മുഖം, അവരുടെ കൈകൾ, അവരുടെ കാലുകളെല്ലാം പ്രകാശിക്കും. സഹാബത്ത് ചോദിച്ചത്, എങ്ങനെയാണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, അവരുടെ വുളൂ കാരണമായിട്ടാണ്. വുളൂ കാരണമായിട്ട് ആ വുളൂഇന്റെ അടയാളം എന്നോണം അവരുടെ കൈകളും മുഖങ്ങളും കാലുകളും പ്രകാശിക്കും. അപ്പൊ കാല് കഴുകുന്നതിൽ നാം പൂർണ്ണത ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ ഭാഗത്തെ പ്രകാശം നഷ്ടപ്പെടുകയും അത് പരലോകത്തൊരു ന്യൂനതയായി, ഒരു കുറവായി ബാക്കിയാവുകയും ചെയ്യും. അതുകൊണ്ട് വുളൂ എടുക്കുമ്പോൾ റമദാനാണ്, ധൃതിപ്പെട്ട് വെപ്രാളപ്പെട്ട് വുളൂ എടുക്കാതെ അതിനല്പം സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് നീക്കിവെച്ച് ശ്രദ്ധയോടുകൂടി വുളൂ എടുത്ത് ശ്രദ്ധയോടുകൂടി നമസ്കാരം പൂർത്തീകരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.